പ്രൈസ് ദി ലോർഡ്. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു മനുഷ്യൻ തന്റെ വയലിൽ ഏറ്റവും നല്ല വിത്തുകൾ വിതച്ചു. രാത്രി ഉറങ്ങാറായപ്പോൾ അവന്റെ ശത്രു വന്ന് ആ കോതമ്പിന്റെ ഇടയിലേക്ക് കള വിതച്ചിട്ട് പോയി കളഞ്ഞു. കളയും ഈ കോതമ്പും നന്നായി വളർന്നു തുടങ്ങി. കോതമ്പിന് കൊടുത്ത വളങ്ങളൊക്കെ ഈ കള വലിച്ചു തുടങ്ങി. ഇത് യജമാനനോട് വന്ന് ദാസന്മാർ പറയുകയാണ്, ആ കള ഞങ്ങളങ്ങ് പറിച്ചു കളഞ്ഞോട്ടെ. ഒരു വിത്ത് വിതച്ചാൽ അതിനൊരു കൊയ്ത്ത് കാലമുണ്ട്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ശരിക്കും നമുക്ക് ഇങ്ങനെ പറയുവാൻ കഴിയും, നമുക്കെല്ലാവർക്കും ഒരു ന്യായവിധിയുടെ കാലം കൂടി നമ്മെ കാത്തിരിക്കുന്നുണ്ട്. കളകളെ തീയിലിട്ട് ചുട്ടുകളയുകയും ഗോതമ്പ് മണിയെ വേർതിരിച്ച് കളപ്പുരയിൽ കൂട്ടിവെക്കുന്ന ഒരു കൊയ്ത്തുകാലം വരുവാനുണ്ട് എന്ന് നാം ഓരോരുത്തരും ഓർത്തിരിക്കുന്ന നല്ല കാര്യം തന്നെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ഈ കൊയ്ത്തിന്റെ കാലത്ത് നല്ല ഫലം കായ്ക്കുവാനായിട്ട് നാം ഓരോരുത്തരും തയ്യാറാണോ? അതോ ജീവനെ നശിപ്പിച്ചു കളയുന്ന കളയായി മാറുവാനായിട്ടാണോ നാം ഒരുങ്ങുന്നത്? കളയെ അനുവദിക്കുന്നത് അത് ദൈവമാണ്. കാരണം അവർക്കൊരു മാനസാന്തരത്തിനുള്ള ഒരു അവസരം കൂടി അവർക്ക് നൽകുകയാണ്. കളയെ വളരുവാൻ അനുവദിക്കുന്നത് ദൈവമാണെന്ന് കൂടി നാം ഓർത്തു വെക്കേണ്ടുന്നത് നല്ലതാണ്. അവയെ വളരുവാൻ അനുവദിക്കുന്നതും മാനസാന്തരത്തിന് അനുയോജ്യമായ ഫലം പുറപ്പെടുവിക്കേണ്ടുന്നതിന് ദൈവം അവർക്ക് ഒരു അവസരം കൂടി നൽകുകയാണ്. പ്രിയമുള്ളവരെ, നാം ആകുന്ന മുന്തിരിത്തോട്ടത്തിൽ, നാം ആകുന്ന നല്ല നിലത്ത് ഒരിക്കലും കളകൾ വളരുവാനായിട്ട് നാം അനുവദിച്ചു കൊടുക്കരുത്. ഒരിക്കലും നാം ഒരു കളയായി മാറുവാനായിട്ട് അവസരം കൊടുക്കരുതെന്ന് ഈ ഒരു വചനവേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ദിനം നമ്മുടെ മുമ്പിൽ സമാഗതമാകും. കൊയ്ത്തിന്റെ അനുഭവത്തിന് യോഗ്യമായ ഫലം പുറപ്പെടുവിച്ച് മാനസാന്തരത്തിന്റെ അനുഭവത്തോടെ ദൈവസന്നിധിയിൽ ചേർന്നു നിൽക്കുവാൻ കഴിയുന്നവരായിട്ട് നാം ഓരോരുത്തരും മാറണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല ഫലം കായ്ക്കുന്നവരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം. കള കുറെ നാളുകൂടി വളരട്ടെ എന്ന് തമ്പുരാൻ വിചാരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. കുറച്ചുകൂടി അവസരങ്ങൾ നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവസരങ്ങൾ പാഴാക്കാതെ ഇരിക്കുക. കർത്താവിൻ്റെ ദിവസം അത് തീർച്ചയായിട്ടും വരും. അത് കള്ളനെ പോലെ വരുമെന്നാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതെ, അത് ഏതു നേരവും സംഭവിക്കാം. മണവാളനെ എതിരേൽക്കുവാൻ വിശുദ്ധിയോടെ കയ്യിൽ കത്തുന്ന വിളക്കുമായി കാത്തിരിക്കുന്നവരെ പോലെ നമുക്കും ഒരുങ്ങി തന്നെ കാത്തിരിക്കാം. ആ ദിവസം സമാഗതമാകും. അത് മാത്രമാണ് നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും. അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കി പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ നമുക്ക് ആയിരിക്കാം. പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ, നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.